ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സ്പോൺസർ എന്നുള്ള നിലയ്ക്ക് ആദ്യം അവിടെ അവതരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശലിന് വേണ്ടിയല്ല. അതിനു മുമ്പ് അവിടുത്തെ കഥകിന് തകരാറുണ്ടാവുന്നു. ആ കഥകാണല്ലോ ഇയാൾ ആദ്യം ഏറ്റെടുത്ത് സ്വർണം പൂശാൻ വേണ്ടിയുള്ള ജോലികൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. എൻ്റെ ബോധ്യം ഇത് സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡുമായി ആദ്യമായി ഇടപെടുന്നത് 2019 മാർച്ചിലാണ്. അത് താങ്കളുടെ കാലത്താണോ? താങ്കൾക്ക് അറിവുള്ള കാര്യമായിരുന്നു? ഇല്ല, എനിക്കറിയത്തില്ല. ഈ 2019 ഈ കഥകിന് ഒരു തകരാറുണ്ടെന്നും അത് ശരിയാക്കണമെന്നുമുള്ള എന്തെങ്കിലും ചർച്ചകൾ താങ്കൾ കമ്മീഷൻ ആയിരുന്ന കാലത്തുണ്ടായിരുന്നു? അല്ലെങ്കിൽ ആ കഥവ് മാറ്റാനോ ഒക്കെയുള്ള ആലോചന താങ്കൾ കേട്ടിട്ടുണ്ട്. എനിക്കിവിടെ അറിയാമായിരുന്നു. നോക്കൂ, വിജിലൻസിന്റെ ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ, ഈ അനുബന്ധ റിപ്പോർട്ടിൽ പല ആൾക്കാരും ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത് അവർ എഴുതി ചേർത്തിരിക്കുന്നത് ദേവസ്വം കമ്മീഷണറുടെ പേരാണ്. അത് പദവിയാണ് കൊടുത്തിരിക്കുന്നത്. പേരായിട്ട് നമ്മളത് മാറ്റുകയാണെങ്കിൽ ശ്രീ എൻ വാസു എന്നുള്ളതാണ് ഒന്നാമത് എഴുതേണ്ടത്. 2, അദ്ദേഹത്തിന്റെ ന്യായം ഈ കട്ടള മാറ്റണമെന്ന് കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തീരുമാനമെടുത്തിരിക്കുന്ന, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണമെന്ന് ശുപാർശ കൊടുത്തിരിക്കുന്ന ആളാണ് പറയുന്നത് ഈ കട്ടിള മാറ്റണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. പണ്ട് മാനാർമത്തായി എന്ന് പറയുന്ന സിനിമയിൽ സന്ധ്യാമ നല്ല ബെസ്റ്റ് പെണ്ണാണ്, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഇന്ദ്രൻസ് പറയുന്നത് എനിക്ക് ഓർമ്മ വരികയാണ്. അതേപോലെ തന്നെയാണ് അദ്ദേഹം PGയോട് സംസാരിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആളെ അറിയില്ല, പോറ്റിയെ അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ന്യായം. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.